ആരാണ് അനുമോൾ? അനുമോൾ സീരിയൽ നടിയാണ്. ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ ഏറെക്കുറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അനുമോളാണ്. അനുമോളുടെ ഗെയിമുകളെക്കുറിച്ചാണ് കൂടുതലും സംസാരം ഉണ്ടാകുന്നത്. തുടക്കം മുതലേ തന്നെ അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിമിൻ്റെ ഓരോ അഭിപ്രായങ്ങളും നെഗറ്റീവായും പോസിറ്റീവായും പുറത്തു വരുന്നുണ്ട്. ബിഗ് ബോസിലെ ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. ബിഗ് ബോസിൽ അനുമോളുടെ എതിരാളിയായി ഇപ്പോൾ നിൽക്കുന്നത് ജിസേലും ആര്യനുമാണ്. തുടക്കം മുതൽ തന്നെ ജിസേലുമായിട്ട് അനുമോൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അനുമോൾ ജിസേലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുകയും അത് ബിഗ് ബോസിനെയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തതോടെ ജിസേലിന് അനുമോളോട് ശത്രുതയായി. പിന്നീട് അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളെക്കുറിച്ചാണ് കൂടുതലും ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ളത്. വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പ്രാവശ്യം ലാലേട്ടൻ വാണിംഗും കൊടുത്തതാണ്. പിന്നീട് അനുമോൾ ജിസേലിനും ആര്യനുമെതിരെ ഒരു ആരോപണം പറഞ്ഞിരുന്നു. അവർ ബെഡിൽ കിസ് ചെയ്യുന്നത് താൻ കണ്ടു എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. പുറത്തെ ഇതൊരു വലിയ വിഷയമായി മാറിയപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന ലാലേട്ടൻ അനുമോളോട് ഇതേപ്പറ്റി ചോദിക്കുകയും അനുമോളെ വഴക്കു പറയുകയും ചെയ്തു. വഴക്കു പറഞ്ഞെങ്കിലും അനുമോൾ തൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഏറ്റവും മുന്നിലായി നിൽക്കുന്നത് അനുമോൾ തന്നെയായിരിക്കും. കാരണം ബിഗ് ബോസിനുള്ളിലും അതുതന്നെയാണ് വേണ്ടത്. കാരണം അന്നെങ്കിലേ പുറത്ത് ചർച്ചാ വിഷയമായി മാറാൻ കാരണമുണ്ടാകത്തുള്ളൂ, ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയുമുള്ളൂ. ഇപ്പോൾ വീടിനുള്ളിലും പുറത്തുനിന്ന് വന്നവരും എല്ലാം അത് ശരിവെക്കുന്നുണ്ട്. ആര്യനും ജിസേലും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അനുമോളുടെ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്നാൽ പ്ലാച്ചി എന്ന പാവയാണ്. ആരാണ് പ്ലാച്ചി? പ്ലാച്ചി എന്നാൽ അതുകൊണ്ട് ഷിയാസിൻ്റെ കയ്യിലിരിക്കുന്ന പാവയാണ് പ്ലാച്ചി എന്ന് വിളിക്കുന്നത്. അത് അനുമോളുടെ ഒരു പാവയാണ്. ഷിയാസ് ബിഗ് ബോസിൽ എത്തിയതോടെ അനുമോളുടെ പാവയെടുത്ത് എറിയുകയും അനുമോൾ പൊട്ടിക്കരയുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഷിയാസിനെ എല്ലാവർക്കും അറിയാമല്ലോ, BB ഫസ്റ്റിലെ മത്സരാർത്ഥിയായിരുന്നു. ഇപ്പോൾ BB 7 അതിഥിയായി എത്തിയിരിക്കുകയാണ്. ഷിയാസും അനുമോളും നേരത്തെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. BB ഹോട്ടലിൽ വന്ന ഷിയാസ് അനുമോളുടെ റൂമിൽ വന്ന് പാവയെ എടുത്തുകൊണ്ട് പോയി പുറത്ത് എറിയുന്നതാണ് നമ്മൾ കണ്ടത്. അതോടെ അനുമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാത്റൂമിൻ്റെ സൈഡിലുള്ള റൂമിൽ കയറി കഥ അടച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം പുറത്തെ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ആ പാവയെടുത്ത് എറിഞ്ഞത് ഷിയാസ് തെറ്റാണെന്ന് കുറേ ആളുകളും തെറ്റല്ല എന്ന് കുറേ ആളുകളും പറയുന്നു. കാരണം ഷിയാസ് അനുമോളെ ഒന്നുകൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ആ പാവയെ എടുത്തെറിയുന്നതെന്നാണ് കുറേ ആളുകൾ പറയുന്നത്. അല്ലെങ്കിൽ അനുമോൾക്കൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഷിയാസ് മനഃപൂർവ്വം അതിനെ എടുത്ത് കളഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും അനുമോൾ കരച്ചിലായി. എന്നാലും പ്ലാച്ചിയെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അനുമോളെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുമോൾ അത്യാവശ്യം നന്നായി തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. എങ്കിലും ഒരുപാട് നെഗറ്റീവുകളും ഉണ്ടാകാറുണ്ട്. അനുമോൾ എന്തായാലും ടോപ്പ് 5 ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും ഗെയിമുകൾ ഇനിയും സമയം കിടക്കുകയാണ്, മാറി മറിയാം, ആരും വേണമെങ്കിലും മുന്നോട്ട് വരാം. അനുമോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ലാതിരിക്കുകയാണ്. എങ്കിലും വരുന്ന എപ്പിസോഡിൽ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി.